2003 2009 ഇടയിൽ കർണാടകയിലെ 6 പട്ടണങ്ങളിലായി 20 സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവരെല്ലാം 20 30 ഇടയിൽ പ്രായം ഉള്ളവർ ആയിരുന്നു. ബസ് സ്റ്റാൻഡുകളിലെ വിശ്രമമുറികളിൽ നിന്നാണ് 20 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. വിശ്രമമുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നതിനാൽ അകത്ത് കടക്കാൻ പൂട്ട് പൊളിക്കേണ്ടി വന്നു. 20 പേരും വിഷം കഴിച്ച് മരിച്ചിരുന്നു. അവയിൽ മിക്കതും ആത്മഹത്യയാണെന്ന് പോലീസ് വിധിച്ചു. എന്നാൽ 2009 22 വയസ്സുള്ള അനിത എന്ന സ്ത്രീ കാണാതായതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു. രാത്രി ഫോണിലൂടെ അവൾ ഒരാളുമായി ദീർഘനേരം സംസാരിക്കുന്നുണ്ടെന്ന് അവളുടെ ഫോൺ രേഖകൾ കാണിച്ചു. ഈ നമ്പർ കാവേരി എന്ന സ്ത്രീയുടേതായിരുന്നു. എന്നാൽ കാണാതായ സ്ത്രീകളിൽ ഒരാളായിരുന്നു കാവേരി എന്നതിനാൽ പോലീസ് ഞെട്ടിപ്പോയി. തൽഫലമായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. അത് മോഹൻ കുമാർ എന്ന ആളായിരുന്നു. വിവാഹം അന്വേഷിക്കുന്ന സ്ത്രീകളെ വേട്ടയാടുന്ന ഒരു പരമ്പര കൊലയാളിയാണ് മോഹൻ. സ്ത്രീധനം നൽകാൻ കഴിയാത്തവരോ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരോ ആയ 22-35 വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ അയാൾ വശീകരിക്കുമായിരുന്നു. സ്ത്രീധനം ചോദിക്കാതെ തന്നെ വിവാഹം കഴിക്കാമെന്ന് കുമാർ ഈ സ്ത്രീകളെ വാഗ്ദാനം ചെയ്യുമായിരുന്നു. അവരോടൊപ്പം രാത്രി ചെലവഴിക്കുകയും ഗർഭനിരോധന ഗുളികകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവ യഥാർത്ഥത്തിൽ സയനൈഡ് ഗുളികകളാണ്. ഗുളികകൾ ഓക്കാനം ഉണ്ടാക്കുമെന്ന് സ്ത്രീകളോട് അയാൾ പറയുകയും വിശ്രമമുറിക്കുള്ളിൽ ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അവർ മരിച്ചുകഴിഞ്ഞാൽ അയാൾ അവരുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കും. 2013 അനിതയെയും മറ്റ് 20 സ്ത്രീകളെയും കൊലപ്പെടുത്തിയതിന് അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിരുന്നാലും 2017 കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിന്റെ വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു.